ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേജർ ജോസ്, ഫിസിയോതെറാപ്പിസ്റ്റ്. എൻ്റെ 20 വർഷത്തെ ഫിസിയോതെറാപ്പി ജീവിതത്തിനിടയിൽ ബാക്ക് പെയിനുള്ള ധാരാളം ആളുകളെ ട്രീറ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ക് പെയിൻ വരാനുള്ള കാരണങ്ങൾ വളരെ ലളിതമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വലത്തെ മുട്ടിന് വേദനയുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴോ നാം അറിയാതെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ഇടത്ത സൈഡിലേക്ക് ഷിഫ്റ്റ് ആകും. ഇത് കോമ്പൻസേറ്ററി മൂവ്മെൻറ്റിന് ഉദാഹരണമാണ്. നമ്മുടെ ലോവർ ബാക്കിലെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അത് ലോവർ ബാക്കിൽ കോമ്പൻസേറ്ററി മൂവ്മെൻറ്റിന് കാരണമാകും. ഈ കോമ്പൻസേറ്ററി മൂവ്മെൻറ്റ് ലോവർ ബാക്കിലെ സർട്ടൻ ഏരിയയിൽ ഓവർലോഡിനും ഓവർ പ്രഷർ വരുന്നതിനും കാരണമാകും. അതുവഴി ലോവർ ബാക്കിൽ അൺകൺട്രോൾഡ് മൂവ്മെൻറ്റ് വരാൻ കാരണമാകും. ഈ അൺകൺട്രോൾഡ് മൂവ്മെൻറ്റ് ലോവർ ബാക്കിലെ മസിലിന് സ്ട്രെയിനും ഡിസ്കിൽ അധികം പ്രഷർ അനുഭവപ്പെടുന്നതിനും അതുവഴി ഡിസ്ക് ബൾജിനും നെർവ് ഇറിറ്റേഷനും കാരണമാകും. നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൊബിലിറ്റിയും റേഞ്ച് ഓഫ് മോഷനും ഉണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും ജോലികളും വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് നമ്മുടെ ലോവർ ബാക്കിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫുൾ മൊബിലിറ്റി അത്യാവശ്യമാണ്. ലോവർ ബാക്കിലെ മൊബിലിറ്റി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് മോഷൻ കുറയുന്നത് ബാക്ക് പെയിൻ വരുന്നതിന് കാരണമാകും. നമ്മൾക്ക് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ മൊബിലിറ്റി ഉണ്ടോ എന്ന് സ്വന്തമായി എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. ലോവർ ബാക്കിൽ പ്രധാനമായും 4 മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഫ്ലെക്ഷൻ ചെക്ക് ചെയ്യുന്ന വിധം: പാദം ഹിപ്പ് വിഡ്ത്തിലാക്കുക, ശേഷം മുട്ടുമടക്കാതെ മുന്നോട്ട് കുനിയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആംഗിൾ ജോയിൻറ്റ് 2 കൈകൾ കൊണ്ട് തൊടാൻ കഴിയുന്നെങ്കിൽ ബാക്കിലെ ഫ്ലെക്ഷൻ മൂവ്മെൻറ്റ് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ആയിരിക്കും. മുന്നോട്ട് വളയുമ്പോൾ മുട്ടുമടങ്ങാതെയും പുറം വളയാതെയും ബാക്ക് അധികം പുറകോട്ട് വളയാതെയും ചെയ്യാൻ ശ്രദ്ധിക്കുക. മുമ്പിലോട്ട് വളയുമ്പോൾ കാഫ് മസിലിലോ ഹാംസ്ട്രിങ്ങിലോ ബാക്ക് മസിലിലോ വലിച്ചിലോ വേദനയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എക്സ്റ്റൻഷൻ ചെക്ക് ചെയ്യുന്ന വിധം: പാദം ഹിപ്പ് വിഡ്ത്തിലാക്കുക, ശേഷം കൈ രണ്ടും ബെൽറ്റ് ലൈന് താഴെ പ്ലേസ് ചെയ്ത് മുട്ടുമടങ്ങാതെ പുറകിലോട്ട് വളയുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലയുടെ മുകളിലുള്ള റൂഫ് പ്രോപ്പറായി വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ കാണാൻ സാധിക്കുന്നെങ്കിൽ എക്സ്റ്റൻഷൻ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ആയിരിക്കും. പിന്നിലോട്ട് വളയുമ്പോൾ മുട്ടുമടങ്ങാതെയും കഴുത്ത് മാത്രമായി പുറകോട്ട് വളയാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക. റൊട്ടേഷൻ ചെക്ക് ചെയ്യുന്ന വിധം: പാദം ഹിപ്പ് വിഡ്ത്തിലാക്കി 2 മുട്ടും അല്പം ബെൻഡ് ചെയ്ത് കൈ രണ്ടും നെഞ്ചോട് ക്രോസ് ചെയ്ത് 180 ഡിഗ്രി പുറകോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ബാക്കിൽ വേദനയും വലിച്ചിലും ഇല്ലാതെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ റേഞ്ച് ഓഫ് മോഷൻ നോർമലാണ്. റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഉപ്പൂറ്റി തറയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. സൈഡ് ബെൻഡിങ് ചെക്ക് ചെയ്യുന്ന വിധം: പാദം ഹിപ്പ് വിഡ്ത്തിലാക്കി 2 കൈകളും തുടയുടെ സൈഡിൽ പ്ലേസ് ചെയ്ത് മുന്നോട്ട് വളയാതെ ഉപ്പൂറ്റി പൊങ്ങാതെ ഇടത്തെ കാൽമുട്ടിൻ്റെ സൈഡിലും വലത്തെ കാൽമുട്ടിൻ്റെ സൈഡിലും ബാക്കിൽ വേദനയും വലിച്ചിലും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ബെൻഡിങ് റേഞ്ച് ഓഫ് മോഷൻ നോർമലാണ്. റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ വലിച്ചിലോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്ന് കണക്കാക്കണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒട്ടനവധി ജോലികൾ വേദനയും ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യുന്നതിന് ലോവർ ബാക്കിലെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് മാത്രം പോരാ. ഒട്ടുമിക്കയുള്ള എല്ലാ ജോലികളും ജിം ആക്ടിവിറ്റീസും സ്പോർട്സ് ആക്ടിവിറ്റീസും എന്നിവ ചെയ്യുന്നതിന് ലോവർ ബാക്കിൽ ഒന്നോ അതിലധികമോ മൂവ്മെൻറ്റ് അത്യാവശ്യമാണ്. നമ്മുടെ ലോവർ ബാക്കിൽ പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ മൊബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ബാക്കിലെ മസിലുകളുടെ വലിച്ചിലിനും വേദനയ്ക്കും അതുവഴി ഡിസ്കോജനിക് പ്രോബ്ലത്തിനും കാരണമാകും. നിങ്ങളുടെ ലോവർ ബാക്കിലെ മൂവ്മെൻറ്റ് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ഉടനെ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടുക. ഇത് ബാക്ക് പെയിൻ വരാതിരിക്കുന്നതിന് സഹായകമാകും. ബാക്ക് പെയിൻ വരാനുള്ള മറ്റു കാരണങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ പഴയതും പുതിയതുമായ വീഡിയോസ് കാണുന്നതിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദി വെരി ബെസ്റ്റ്.